ആദ്യം തുടങ്ങിയത് ട്രംപാണ്. അതായത് അമേരിക്കയിൽ അനധികൃതമായിട്ട് കുടിയേറിയ ഏകദേശം 2 കോടിയോളം പേരെ പുറത്താക്കുന്ന നടപടി മെക്സിക്കോയിലും കൊളംബിയയിലോട്ടും പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലോട്ടും ഇന്ത്യയിലോട്ടും ചൈനയിലോട്ടും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലോട്ടും അദ്ദേഹം നാട് കടത്താൻ തുടങ്ങി. പിന്നീട് നോക്കുക, യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങി. ഇംഗ്ലണ്ട് ഏകദേശം 6 ലക്ഷം പേരെയാണ് 2025 നാട് കടത്താൻ ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് പോകാൻ, അവിടുത്തെ സിറ്റിസൺഷിപ്പ് അതിൻ്റെ റിവോക്ക് ചെയ്യാൻ പോലും ബില്ല് അവർ തയ്യാറാക്കാൻ പോവുകയാണ്. അങ്ങനെ റുവാൻഡ എന്ന് പറയുന്നൊരു സ്ഥലമാണ് അവർ കണ്ടുവച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ വെസ്റ്റേൺ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ജർമ്മനി തുടങ്ങി, ഫ്രാൻസ് തുടങ്ങി, സ്വീഡൻ തുടങ്ങി മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഒന്നിന് പുറകെ ഒന്നായിട്ട് നാട് കടത്താൻ തുടങ്ങി. ഇനി അടുത്ത് ഇന്ത്യയുടെ ഊഴമാണ്. ഇന്ത്യ ഗവൺമെൻറ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞ് ഈ വരാൻ പോകുന്ന പാർലമെൻറ്റ് സെഷനിൽ, അതായത് ഇപ്പം നടക്കുന്ന പാർലമെൻറ്റ് സെഷനിൽ അനധികൃതമായി കുടിയേറിയവരെ നാട് കടത്താൻ വേണ്ടിയുള്ള പരിപാടിയാണ്. കൃത്യമായിട്ട് പറഞ്ഞു. അതായത് ഇന്ത്യയിൽ അനധികൃതമായിട്ട് ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്ത ഇല്ലീഗലായിട്ട് താമസിക്കുന്നവരെ അവർക്ക് ഏകദേശം 5 ലക്ഷം രൂപ പിഴ ചുമത്തും, 5 വർഷം തടവ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്, കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അപ്പം ആരായിരിക്കും നാട് കടത്തപ്പെടുന്നവർ? മുസ്ലിം വിഭാഗക്കാരായ ബംഗ്ലാദേശികൾ. ഏകദേശം 3.25-3.5 കോടിയോളം ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ, അതായത് നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ജോലി ചെയ്യാതെ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് ജീവിക്കുന്നവരുണ്ട്. ബംഗ്ലാദേശി ക്രൈം നടത്തി ഇവിടെ വന്നവരുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് വെസ്റ്റ് ബംഗാളിൻ്റെ ബോർഡറുമായിട്ടാണ്. ഇതിൽ പല ആൾക്കാർക്കും മമതാ ബാനർജി ഗവൺമെൻറ് പല ആവർത്തി ഭരിച്ചിട്ട് ഇവർക്ക് വോട്ടിംഗ് റൈറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. അവരെ ഉൾപ്പെടെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നാട് കടത്താൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ബില്ല് അവതരിപ്പിക്കുന്നു, അതിനുശേഷം ഡീറ്റെയിൻ ചെയ്യും, അതിന് ശേഷം ഗവൺമെൻറ് സംസാരിച്ചിട്ട് ഇവരെ നാട് കടത്തുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, 2 ട്രെയിനുകൾ തമ്മിൽ ഒറീസയിൽ കൂട്ടിയിടിച്ച സമയത്ത് പെട്ടെന്ന് ബംഗ്ലാദേശിൻ്റെ ഇന്ത്യൻ അംബാസഡർ അവിടെ പെട്ടെന്ന് സന്ദർശിക്കുന്നു. കാരണം ഏകദേശം 300ഓളം ഡെഡ് ബോഡികൾക്ക് ആരും അവകാശികളില്ല. അപ്പോൾ ഈ 300 ഒരു 2 ട്രെയിനിൻ്റെ അകത്തുള്ള സംഭവം പറയുന്നത്, അതിനകത്ത് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃതമായിട്ട് ഇന്ത്യയിൽ കുടിയേറിയവരാണ് ഇവിടെ താമസിക്കുന്നത്. ഈ പറയുന്ന ഈ 300ഓളം ഡെഡ് ബോഡികൾ എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് പല ആൾക്കാരും രക്ഷപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ബംഗ്ലാദേശ് ഗവൺമെൻറ് അത് തിരികെ കൊണ്ടുപോയി. അപ്പോൾ ഇനി അടുത്ത സംഭവം, ഏത് രീതിയിലായിരിക്കും ഇത് മുന്നോട്ട് പോകുന്നത്? ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്ട്രിക്റ്റായിട്ട് ചില കാര്യങ്ങൾ കൊണ്ടുവരും. റെയിൽവേയിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ ഇവർ ഫേക്ക് സാധനമാണ് കൊണ്ടുവന്ന് നടക്കുന്നത്. ഈ ആധാർ കാർഡൊക്കെ ഇപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വെസ്റ്റ് ബംഗാളിൽ പലയിടത്ത് 2000-3000 രൂപ ഇന്ത്യ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫേക്കായിട്ടുള്ള ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുക്കും, മറ്റു പലരുടെയും പേരിലുള്ളവരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു മാസീവായിട്ടുള്ള സ്ട്രക്ചർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പല ഏജൻസികളും ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇത് പെട്ടെന്ന് സ്കാൻ ചെയ്താൽ മനസ്സിലാകും ഇത് ഒറിജിനലാണ് അല്ലയോ എന്ന്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സംഭവം, ഇവർക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന മറ്റു പലരുടെയും പേരിലാണെങ്കിൽ, അതായത് മറ്റുള്ള ഇന്ത്യക്കാരായ സിറ്റിസൺഷിപ്പിൻ്റെ അവരുടെ പേരിലാണ് ഇവർക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, ആ ഇഷ്യൂ ചെയ്യുന്ന ഇന്ത്യക്കാരനായ സിറ്റിസൺഷിപ്പിനെ ഇന്ത്യൻ പൗരത്വമുള്ളവനെതിരെ പോലും കേസെടുക്കും. അതും ശക്തമായ നടപടിയാണ് എടുക്കുന്നത്. അതേപോലെ നിങ്ങൾക്കറിയാം, ഈ ബംഗ്ലാദേശികളെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ താമസിപ്പിക്കുന്നതിൽ വലിയൊരു ഭാഗം ഇന്ത്യക്കാരെ അവർക്ക് വീടൊക്കെ കൊടുത്ത് താമസിപ്പിക്കുന്നുണ്ട്. അവർക്കെതിരെ നടപടിയെടുക്കും. അതിലേറ്റവും കൂടുതൽ സംഭവം ഉണ്ടാകാൻ പോകുന്ന കേരളത്തിലായിരിക്കും. കാരണം കേരളത്തിലെ ഒരു മൈനോറിറ്റി വിഭാഗം, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ കേരളത്തിൽ വന്നിരിക്കുന്ന ബംഗ്ലാദേശികളുടെ കണക്ക് എന്ന് പറയുന്നത് 2 മുതൽ 2.5-3 ലക്ഷം ബംഗ്ലാദേശികളെയാണ് കേരളത്തിൽ താമസിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു റെയ്ഡ് ചുമ്മാ പേരിനൊക്കെ നടത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു റെയ്ഡ് വരുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഇവരെ താമസിപ്പിച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെ കേസെടുക്കുമ്പോൾ ഇവരുടെ പാസ്പോർട്ട് ഉൾപ്പെടെ, അതായത് ഞാൻ അറിയാൻ സാധിച്ചത്, ഈ കേരളത്തിലുള്ളവർ ഇവരെ അവരുടെ പാസ്പോർട്ട് ഉൾപ്പെടെ ബോണ്ട് ചെയ്യും. അതായത് ശക്തമായ നടപടിയിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ബില്ല് വരുന്നതിന് മുമ്പ് തന്നെ ആരെങ്കിലും ബംഗ്ലാദേശികളെ എവിടെയെങ്കിലും താമസിപ്പിക്കുന്നുവെങ്കിൽ അവരുടെ കാര്യം പോലീസിനോട് പറയുക. കാരണം അവരെ പുറത്താക്കിയും മതിയാകും. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ കാര്യത്തിൽ
ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. പല കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് പല ബംഗ്ലാദേശികളും ഇന്ത്യക്കാരായ ഹിന്ദുക്കൾക്കെതിരെ അവിടെ കലാപം നടത്തിയ ആൾക്കാരുണ്ട്. ഒരു ഒത്തിരി പേര് ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട്. പല ആൾക്കാരും കേരളത്തിലോട്ടാണ് വന്നേക്കുന്നത്. കാരണം ഇന്ത്യൻ ബോർഡർ കടന്നിട്ടാണ് ഇവരൊക്കെ വന്നേക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ വലിയൊരു ബോർഡറാണ്. അതികർശനമായി ഒരു രൂപ പോലും കൈക്കൂലിയില്ലാത്ത രീതിയിൽ ആ ബോർഡറിനെ മാറ്റിയെടുക്കുക. കാരണം ഒരു കാരണവശാലും അവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് പശുക്കളെയൊക്കെ അങ്ങോട്ട് കയറ്റി വിടുന്നു. വലിയ തട്ടിപ്പാണ്. നിങ്ങളവിടെ ഈ ഗംഗയുമായിട്ട് ബന്ധപ്പെട്ട റിവറിൻ്റെ ആ സൈഡിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാകും എത്രമാത്രം അഴിമതിയും തട്ടിപ്പുമാണ് നമ്മുടെ BSFും നമ്മുടെ പല ഏജൻസികളും വെസ്റ്റ് ബംഗാൾ പോലീസ് ഉൾപ്പെടെ വലിയ റാക്കറ്റ് ഇതിൻ്റെ പുറകിലുള്ളത്. അപ്പം ആ ഒരു സാധനം സ്ട്രിക്റ്റായിട്ടും ഇൻ്റർനാഷണൽ ബോർഡർ മോണിറ്റർ ചെയ്യാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വലിയൊരു എമൗണ്ട് തന്നെയാണ് മാറ്റിവെക്കാൻ പോകുന്നത്. കാരണം ഒരു കാരണവശാലും ഒരു ബംഗ്ലാദേശികളെയും വിദേശിയായ ഒരാളെയും ഇന്ത്യൻ ബോർഡറിനകത്ത് കയറ്റാൻ പറ്റില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഏകദേശം 1.5 ലക്ഷം മുതൽ 2 ലക്ഷം പാകിസ്ഥാനികൾ ഇന്ത്യയിൽ അനധികൃതമായിട്ട് താമസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാളിൽ താമസിക്കുന്നുണ്ട്, ബീഹാറിൽ താമസിക്കുന്നുണ്ട്, മറ്റ് പല സ്റ്റേറ്റുകളിലൊക്കെ ജോലി ചെയ്ത് ഇന്ത്യക്കാരാണെന്നും പറഞ്ഞ് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയൊരു വിഭാഗം ഇന്ത്യയിലുണ്ട്. അതേപോലെ തന്നെ വിദേശ വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് വന്ന പല ആൾക്കാരും അവരുടെ വിസ കാലാവധി കഴിഞ്ഞ ശേഷവും ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. ഇവർക്കെതിരെ നടപടിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ പല ഹോട്ടലുകൾക്കും മറ്റും പല ഏജൻസികളും മെമ്മോ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവരുടെ പാസ്പോർട്ട് എക്സ്പയർ ചെയ്തോ സംഭവം നോക്കണം, പാസ്പോർട്ടിനകത്ത് ഇവർ കൊടുത്തിൻ്റെ വിസ എക്സ്പയർ ചെയ്തോ ഇല്ലയോ നോക്കണം. അതായത് സ്ട്രിക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ പോവുക. ഇതിന് തുടക്കം വെച്ച ട്രംപ് ആണെങ്കിലും ലോകം മുഴുവനും ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായി. അതിൽ ഇന്ത്യയും മുൻപന്തിയിലോട്ട് വരികയാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നൊരു ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് പല ഫാക്ടറികളിലും പല സ്ഥലങ്ങളിലും ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കുറവാണ്. അറിയാൻ കാരണം അവർക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഏകദേശം ഒരു ഫാക്ടറി ജോലി ചെയ്യുന്ന ഒരാൾക്ക്, അതായത് ഡൽഹിയിലും നോയിഡയിലും മറ്റു പല ഭാഗത്തും ചെയ്യുന്നവർക്ക് ഒരു ദിവസം 1000 രൂപ കിട്ടുമ്പോൾ ഇല്ലീഗലായിട്ട് വരുന്നവർക്ക് 750-800 രൂപ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനകത്തുണ്ടാകുന്ന അവരെ മാറ്റുമ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ജോലിക്കാരെ എടുക്കുമ്പോൾ ഫാക്ടറി ഉടമകൾക്ക് 1000 രൂപ കൊടുക്കേണ്ടി വരുന്നു. അത് ഇവിടുത്തെ സാധാരണക്കാരെ ഇന്ത്യക്കാരെ ലേബേഴ്സിന് ഒരു പോസിറ്റീവായ സംഭവം തന്നെയാണ്. കാരണം ഇന്ത്യക്കാരെ ജോലിക്കെടുക്കാൻ പറ്റുകയുള്ളൂ. അതുമല്ല മാർക്കറ്റിലുള്ള യഥാർത്ഥ വേതനം അവർക്ക് കൊടുക്കണം. ഇങ്ങനെയുള്ള സംഭവം നിയന്ത്രണങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ ഇന്ത്യക്കാരന് ഇന്ത്യൻ പൗരത്വമുള്ളവർക്ക് അതിൻ്റേതായ ഒരു സ്റ്റാറ്റസും മറ്റും കൈവരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചിട്ട് ഇത്രയും പേര് ഒരുമിച്ച് കടത്തുമ്പോൾ അത് വലിയ ഇഷ്യൂ ആവും അവിടെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഘട്ടം ഘട്ടമായിട്ട് ഏകദേശം 2-3 വർഷമെടുത്താണ് ഈ ആൾക്കാർ ഒന്നടങ്കം ഇവിടുന്ന് പുറത്ത് ബംഗ്ലാദേശിലോട്ട് മാറ്റുന്നത്. അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്ലാനായിരുന്നു അവതരിപ്പിച്ച ബില്ലാണ് സിറ്റിസൺ അമെൻമെൻറ്റ് ബിൽ. അത് നടപ്പിൽ വരുത്താതെ ഇത് നടപ്പിൽ വരുത്തുകയാണെങ്കിൽ, അതായത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇന്ത്യയിൽ താമസിപ്പിക്കുന്ന ഈ സംഭവം നടപ്പിൽ വരുത്തുകയാണെങ്കിൽ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. അതായത് CAA നടപ്പിലാക്കുന്നതിന് തുല്യമാണിത്. കാരണം ഈ സാധനത്തെ മുഴുവൻ ഒരു ദൂരം കളയും. ചിലപ്പോൾ കേരളത്തിൽ ഈ പ്രൊട്ടസ്റ്റൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കുന്നതിൻ്റെ പേരിൽ. ഇവിടെ വഖഫുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലത്ത് വലിയ റാലി നടന്നു, പെണ്ണുങ്ങൾ ഉൾപ്പെടെ. അതേപോലെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കുമ്പോൾ കേരളത്തിൽ വലിയ പ്രതിഷേധം നടത്താൻ സാധ്യതയാണ്. മനുഷ്യാവകാശം, അവകാശം മണ്ണാക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ എല്ലാ രീതിയിലും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അവരെ പുറത്താക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരനും എടുക്കേണ്ട നടപടിയാണ്. ഇനി ഈ വീഡിയോ കേൾക്കുന്ന പലരും ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ, നിങ്ങൾക്ക് സംശയമുള്ളവരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇവരുടെ കാര്യങ്ങൾ ഓരോന്നായിട്ട് പറയുക. അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു വെബ്സൈറ്റ് തുറക്കാൻ പോവുകയാണ്. ആരൊക്കെയാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ്, ഓരോ പബ്ലിക്കിനും അതിനകത്ത് പോസ്റ്റ് ചെയ്യാം എന്തൊക്കെയാണ് സംശയങ്ങൾ തോന്നുന്ന കാര്യങ്ങൾ. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പോലീസിന് നടപടിയെടുത്തില്ലെങ്കിൽ സെൻട്രൽ ഏജൻസി അത് നടപടിയെടുക്കും.
പൂർണ്ണമായിട്ട് ഈ ബംഗ്ലാദേശികളെ ഈ ഇന്ത്യയിൽ നിന്ന് ഓടിക്കും. ആ കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടി തന്നെയാണ് ബില്ല് കൊണ്ടുവരുന്നത്. ആ ബില്ല് എത്രയും വേഗം വരട്ടെ എന്ന എല്ലാ രീതിയിലും ആശംസകളും അർപ്പിക്കുന്നു.